എവ്രിവൺ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ സിസ്റ്റംസ് അപ്രോച്ചാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സിലബസിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് സിസ്റ്റംസ് അപ്രോച്ച്. ഓക്കെ, നമ്മൾ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ളൊരു ക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് മൊഡ്യൂൾ 2 നമുക്ക് ഇന്ന് നമ്മൾ സിസ്റ്റംസ് അപ്രോച്ച് കവർ ചെയ്യും. കണ്ടിജൻസി അപ്രോച്ച് കവർ ചെയ്തിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഏരിയ കവർ ചെയ്തിട്ടില്ല. ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ് ആൻഡ് കൾച്ചർ കവർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് കവർ ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കി പോർഷൻസ് കംപ്ലീറ്റ് ആണ് നമ്മളുടേത്. അതുപോലെ തന്നെ ഈ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോലെയുള്ള ടോപ്പിക്സ് അത് വളരെ ജനറലിസ്റ്റിക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നിങ്ങൾക്കൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും വേണ്ടത്. സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി അങ്ങനെ മാനേജ്മെൻറ്റ് തിയറീസ് ഒന്നുമില്ല. ഇപ്പം വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, ഇപ്പോൾ AI എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ളൊരു ജനറൽ സെൻസാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് സിസ്റ്റംസ് അപ്രോച്ചിലോട്ട് പോകാം. സിസ്റ്റംസ് അപ്രോച്ച് എന്താ പറയുന്നത്? സിസ്റ്റംസ് അപ്രോച്ചിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ആരാണ് ഈ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തതെന്നുള്ളതാണ്. ജനറൽ സിസ്റ്റംസ് തിയറി ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തത് പ്രൈമർലി, ഓക്കെ, ദ ഫസ്റ്റ് പേഴ്സൺ നമുക്ക് പ്രൈമർലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ലൂഡ്വിഗ് വോൺ ബെർട്ട്ലാൻഫി ആണ്. ഓക്കെ, ലൂഡ്വിഗ് വോൺ ബെർട്ട്ലാൻഫി. അദ്ദേഹം അല്ലാതെ കുറച്ച് പേരുകളും കൂടിയുണ്ട്, ലൈക്ക് കെനത്ത് ബൗൾഡിംഗ്, നിസ്ബറ്റ് വീനർ, EL ട്രിസ്റ്റ്, FA കാസ്റ്റ്, RA ജോൺസൺ, ചെസ്റ്റർ ബർണാർഡ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലൂഡ്വിഗ് വോണിൻ്റെ പേരിനാണ്. ബാക്കി പേരുകൾ ട്രൈ ടു റിമെമ്പർ. പക്ഷെങ്കിൽ നിങ്ങൾക്കത് ഓർത്ത് വെക്കാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി യു ഹാവ് ടു ലേൺ ദിസ്. ഈ ലൂഡ്വിഗ് വോൺ ബെർട്ട്ലാൻഫിയുടെ പേര് പഠിച്ചു വെക്കുക. ഓക്കെ, പല തിയറിസ്റ്റ് ഉണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇദ്ദേഹമാണ്. എന്താണ് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളത് വായിക്കുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. നമ്മൾ ജിഗ്സോ പസിൽ കളിച്ചിട്ടില്ലേ പണ്ട്? ഈ കുഞ്ഞു കുഞ്ഞു പീസസ് ചേർത്ത് വെച്ചിട്ട് നമ്മളെന്താ വലിയൊരു ഇമേജ് ഉണ്ടാക്കും അല്ലേ? സോ അതുപോലെ ഒരു ഓർഗനൈസേഷനെ അപ്രോച്ച് ചെയ്യുന്നതിനെയാണ് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റംസ് അപ്രോച്ചിൽ നമ്മളൊരു ഓർഗനൈസേഷനെ ഹോളായിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ പാർട്സ് ആണ്, വിച്ച് ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ഓക്കെ, കുറേ കുഞ്ഞു സബ് പാർട്സ് ആണ് ഒരു ഓർഗനൈസേഷനുള്ളത്. ഓക്കെ, സബ് പാർട്സ്, ഈ ടേം ഓർത്ത് വെച്ചോണേ. സബ് പാർട്സ് എന്താണ്? ചെറിയ പാർട്സ് ആണ്. അതിൻ്റെ എംപ്ലോയീസ് ആവാം, അതിൻ്റെ റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് ആകാം, അതിൻ്റെ യൂസ് ചെയ്യുന്ന ടെക്നോളജി ആകാം, അവിടുത്തെ എംപ്ലോയീസ് യൂസ് ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈലാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ മൊത്തമാവുന്നത് അല്ലേ? സോ ഇതെന്താ വായിച്ചേ? The theory emphasizes that a system is not simply a collection of individual parts. ഇൻഡിവിജ്വൽ പാർട്സിൻ്റെ എല്ലാം ഒരു കളക്ഷൻ വെറുതെ കൂട്ടി വെക്കുന്നതല്ല, ബട്ട് ആൻ ഓർഗനൈസ്ഡ് ഹോൾ. അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഹോളാക്കി വെച്ചിരിക്കുകയാണ്. ഏത് രീതിയിലാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ആ പാർട്സ് എല്ലാം തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ആ പാർട്സൊക്കെ തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. ആ പാർട്സിനെ നമ്മൾ വിളിക്കുന്നതാണ് സബ് പാർട്സ്. ഓക്കെ, ഈ സബ് പാർട്സ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. സോ ഒരുപാട് സബ് പാർട്സ് ഉണ്ട്, പല രീതിയിൽ അത് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ വളരെ യുണീക്ക് ആയിരിക്കും. ഓക്കെ, സോ ഓരോ ഓർഗനൈസേഷനും ഒരു യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഓരോ സിസ്റ്റം എന്താണ്? യുണീക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ പാർട്സ് എന്താണ്? ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദേ ആർ ഇൻ്റർ കണക്റ്റഡ് വിത്തിൻ. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിരിക്കുന്നു. സോ ഒരുപാട് ഇൻ്റർ കണക്ഷൻസ്, ഇത് ഇമേജ് നോക്കിക്കേ, ഒരുപാട് ഇൻ്റർ കണക്ഷൻസ് ഉള്ളതുകൊണ്ട് എന്താണ്? ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് സിസ്റ്റമാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിനെ പറ്റിയുള്ളൊരു ഐഡിയ കിട്ടും. നമ്മൾ എന്താ സിസ്റ്റംസ് അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷനെ ഒരുപാട് സബ് പാർട്സ് ഉണ്ട് ഒരു ഓർഗനൈസേഷന്. ഇതെല്ലാം കൂടി ചേർന്ന് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുമ്പോൾ കിട്ടുന്നതാണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഹോള്. ജിഗ്സോ പസിലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞു കുറേ പാർട്സ് ഉണ്ട്, പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പാർട്സ് എല്ലാം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പ്രോപ്പർ ഡിപ്പെൻഡൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രീതി ബന്ധപ്പെട്ടിരിക്കുന്നോ ആ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഹോൾ ഇമേജ് കിട്ടുന്നത് അല്ലേ? സോ അതുപോലെയാണ് സിസ്റ്റംസ് അപ്രോച്ചിൽ ഒരു ഓർഗനൈസേഷനെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, രണ്ട് രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഓപ്പൺ സിസ്റ്റമാണ്, ഒന്ന് ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ, നമ്മൾ ഈ സിമിലർ കോൺസെപ്റ്റ്സ് നേരത്തെ കവർ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്?
പുറത്തുള്ള എൻവയോൺമെൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആ ഓർഗനൈസേഷൻ ആയിട്ടുള്ള അവസ്ഥയിൽ അതിൻ്റെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആവാം, എക്കണോമി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാവാം, ഗവൺമെൻറ്റിൻ്റെ പുതിയ പുതിയ നിയമങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാകാം. സോ പുറത്തുള്ള കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ഈ സിസ്റ്റം ഇൻറ്ററാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ, അത് പുറത്തു നിന്നുള്ള ഇൻറ്ററാക്ഷൻസിന് ഓപ്പൺ ആണ്. ക്ലോസ്ഡ് സിസ്റ്റം എന്തായിരിക്കും? ഇതിൻ്റെ നേരെ എതിരായിരിക്കും. ഓക്കെ, പുറത്തു നിന്നുള്ള ഇൻട്രാക്ഷൻസ് അത് സ്വീകരിക്കുന്നില്ല. അതാണ് ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സിസ്റ്റംസ് അപ്രോച്ച് എന്താ നമ്മൾ നോക്കി? ഓപ്പൺ സിസ്റ്റം നോക്കി, ക്ലോസ്ഡ് സിസ്റ്റം നോക്കി. മെയിനായിട്ട് ഇതിന് 6 ഫീച്ചേഴ്സാണുള്ളത്. ഓക്കെ, 6 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇൻ്റർ കണക്റ്റഡ് സബ് സിസ്റ്റംസ്, നോ ഐസൊലേഷൻ, ബൗണ്ടറി, ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, സെൻസിറ്റിവിറ്റി ടു എൻവയോൺമെൻറ്റ്, മോണിറ്ററിങ് ആൻഡ് ടേക്കിംഗ് ആക്ഷൻസ്. നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ്റർ കണക്റ്റഡ് സബ് സിസ്റ്റംസ് നമ്മളിപ്പോൾ ഒരു വട്ടം അത് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മെയിൻ ഫീച്ചറാണ് സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ. എന്താണ് മെയിൻ ഫീച്ചർ? ഇതിൻ്റെ സബ് സിസ്റ്റംസ്, നമ്മൾ സബ് പാർട്സ് എന്നൊക്കെ പറഞ്ഞല്ലേ, സബ് സിസ്റ്റംസ് എന്നും അതിന് പറയാം. ഈ സബ് സിസ്റ്റംസ് എല്ലാം എന്താണ്? ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അതൊരു വലിയൊരു ബിഗ് പസിൽ പോലെ, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇറ്റ്സ് എ ബിഗ് പസിൽ. ഓക്കെ, സോ ഈ സ്മോൾ പീസസ് എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടൊരു വലിയ സിസ്റ്റം ഉണ്ടാക്കും. അതാണ് ഓർഗനൈസേഷൻ. അത് തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ദേ ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഈച്ച് അതർ. ഓക്കെ, ഇതെല്ലാം കൂടി ചെയ്തു വരുമ്പോഴത്തേക്കിനാണ് ഒരു ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നോ ഐസൊലേഷൻ. ഐസൊലേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഐസൊലേഷൻ. ഓക്കെ, നോ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ജിക്സോ പസിലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ഈ പാർട്സിനെ എല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഓരോ പാർട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്താണെന്നുള്ളൊരു പൂർണ്ണ രൂപം കിട്ടില്ല, അല്ലേ? ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പം, കറക്റ്റായിട്ട് ഫിറ്റായി വരുമ്പം മാത്രമേ നമുക്കൊരു ഓർഗനൈസേഷൻ എന്താണെന്നും ആ പാർട്ട് കൊണ്ട് എന്താണുള്ള യൂസ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ, അല്ലേ? സോ അതിനെയാണ് നോ ഐസൊലേഷൻ. നമുക്കിപ്പോൾ ഒരു പാർട്ട് മാത്രമായിട്ട് മാറ്റി വെച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. റാദർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ മ്യൂച്വൽ റിലേഷൻഷിപ്പിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഹൗ ദേ ആർ എ പാർട്ട് ഓഫ് ദി ഹോൾ. ഓക്കെ, ഹൗ ദേ ആർ എ പാർട്ട് ഓഫ് ദ ഹോൾ. ഈ രീതിയിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്തത് ബൗണ്ടറി ആണ്. ഓരോ ഓർഗനൈസേഷനും ഒരു ബൗണ്ടറി ഉണ്ടാവും. ഓക്കെ, ഇപ്പം ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണെങ്കിൽ നമുക്ക് ബൗണ്ടറി കുറച്ചും കൂടി എളുപ്പം തീരുമാനിക്കാം, അല്ലേ? ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ പറഞ്ഞില്ലേ, ക്ലോസ്ഡ് സിസ്റ്റം, അതിൽ കുറച്ചും കൂടി എളുപ്പമാണ് ബൗണ്ടറി തീരുമാനിക്കാൻ. ഓപ്പൺ സിസ്റ്റത്തിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. എന്താണ് ബൗണ്ടറി? അതിർവരമ്പ്, അല്ലേ? ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്താണ് ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു സിസ്റ്റവും നമ്മുടെ സിസ്റ്റവും തമ്മിൽ സെറ്റ് അപ്പാർട്ട് ചെയ്യുന്ന, അതായത് രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു അതിർവരമ്പാണ് ബൗണ്ടറി. ഓക്കെ, സോ നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ നിൽക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പുറത്ത് നിൽക്കുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊക്കെ ഫാക്ടേഴ്സാണെന്നുള്ള വ്യക്തമായ ധാരണ, നമ്മൾ ഏത് അവസ്ഥയിലാണ് നിലകൊള്ളുന്നതെന്നുള്ള വ്യക്തമായ ധാരണ തരുന്നത് നമുക്ക് എന്താണ്? ബൗണ്ടറിയാണ്. ഓക്കെ, ബൗണ്ടറി ഡിഫൈൻസ് ആൻ ഓർഗനൈസേഷൻസ് സ്കോപ്പ് ആൻഡ് ലിമിറ്റ്സ്. ഓക്കെ, സ്കോപ്പും ലിമിറ്റ്സും ഡിസൈഡ് ചെയ്യുന്നത് ബൗണ്ടറിയാണ്. ഇൻ്റർ കണക്റ്റഡ് സബ് സിസ്റ്റംസ്, നോ ഐസൊലേഷൻ, ബൗണ്ടറി. നമ്മൾ 6 ഫീച്ചേഴ്സിൽ 3 നോക്കി. അടുത്തത് ചേഞ്ചിങ് എൻവയോൺമെൻ്റ് ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഡൈനാമിക്? പൊതുവെ നമ്മൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷൻസിനെ നമ്മൾ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു ഫേം ഇട്ടിട്ട് ഒരു വ്യക്തിയൊരു ഫേം ഉണ്ടല്ലോ, ഒരു ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, സമ്പദ് വ്യവസ്ഥ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഗവൺമെൻറ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ലേബർ സ്ട്രൈക്ക് വന്ന ലേബർ യൂണിയൻസ്, പൊളിറ്റിക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, സോ ഓർഗനൈസേഷൻസ് എന്തായിട്ടിരിക്കണം? ദേ ഹാവ് ടു ബി ഡൈനാമിക്, അതായത് മാറ്റങ്ങൾക്കനുസൃതമായിട്ട് മാറാനുള്ളൊരു കഴിവുള്ള സിസ്റ്റം ആയിരിക്കണം ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഗവൺമെൻറ് റെഗുലേഷൻസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതുപോലെ തന്നെ സ്ട്രൈക്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം, ഷിഫ്റ്റ് ഇൻ കൺസ്യൂമർ പ്രിഫറൻസസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ആൾക്കാരുടെ താല്പര്യങ്ങൾ മാറിയിട്ട് പല ബിസിനസ്സുകളും ഇല്ലാതായി പോയിട്ടുള്ള അവസ്ഥകളില്ലേ? സോ സാഹചര്യങ്ങൾ മാറുമ്പോൾ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് ബിസിനസ്സുകൾക്ക് മാറാൻ പറ്റണം. സോ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. മാനേജ്മെൻറ്റിന് ഈ സാഹചര്യത്തിൽ എന്താണ് ജോലി?
മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് പുറത്ത് ഹാപ്പനിങ് ഔട്ട്സൈഡ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ധാരണ വേണം. ആൻഡ് ദേ നീഡ് ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വെൻ നീഡഡ്. ആവശ്യം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ, അതാണ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. അടുത്ത ഫീച്ചറാണ് സെൻസിറ്റിവിറ്റി ടു എൻവയോൺമെൻറ്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി അത് കൈൻഡ് ഓഫ് ഡിസ്കസ് ചെയ്തു ഇതിന് തൊട്ട് മുന്നത്തെ പോയിന്റിൽ. മാറ്റങ്ങൾ വരുമ്പോൾ, അതായത് എൻവയോൺമെൻറ്റിൽ ചേഞ്ചസ് വരുമ്പോഴത്തേക്കിനും എന്താ ചെയ്യേണ്ടത്? ആ ചേഞ്ചിന് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ പ്രോആക്റ്റീവ് ആയിരിക്കണം, നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് സെൻസിറ്റീവ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയണം അവിടെ മാറുന്നു എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമുക്കൊരു ധാരണ വേണം. നമ്മൾ പ്രോആക്റ്റീവ് ആയിരിക്കണം, അതായത് നമ്മൾ ആക്റ്റീവായിട്ട് ആ കാര്യത്തെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അഡാപ്റ്റബിൾ ആയിരിക്കണം, മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്കും മാറാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻസിറ്റിവിറ്റി ടു എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ആ ചേഞ്ചിന് സെൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, മോണിറ്ററിങ് ആൻഡ് ടേക്കിംഗ് ആക്ഷൻ. സോ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞതിൽ ഓവർലാപ്പാണ്. നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം, നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓർഗനൈസേഷൻ്റെ വെൽബീയിങ് നമ്മൾ എപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധാലുക്കളായിരിക്കണം. ഓക്കെ, ആൻഡ് മാനേജ്മെൻറ്റ് നീഡ്സ് ടു പേ അറ്റൻഷൻ ടു സൈൻസ് ഓഫ് പ്രോബ്ലംസ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി മാനേജ്മെൻറ്റ് വളരെ കൺസേൺഡ് ആയിരിക്കണം. ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ്, തിരുത്തേണ്ട സ്ഥാനങ്ങളിൽ കറക്റ്റായിട്ട് തിരുത്തുകയും വേണം. ഓക്കെ, സോ കറക്റ്റീവ് ആക്ഷൻസും നിർബന്ധമായിട്ടും എടുക്കണം. സോ ഇത് നമ്മൾ 6 ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഓൾറെഡി ഇത് വായിച്ചായിരുന്നു. ഇത് ആണ് ഇതിൻ്റെ സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 6 ഫീച്ചേഴ്സ്. ഇനി നമുക്ക് സിസ്റ്റംസ് അപ്രോച്ചിനെ 5 പാർട്സായിട്ട് കാണാം. ഓക്കെ, ഇൻപുട്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇൻപുട്സ്. അതിപ്പോൾ എംപ്ലോയീസ് ആവാം, അവിടുത്തെ ടെക്നോളജി ആവാം. ഓക്കെ, പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനുള്ളിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ എൻവയോൺമെൻറ്റ്, നമ്മൾ ഇൻപുട്ട് പറഞ്ഞു. ഇൻപുട്ട് എൻവയോൺമെൻറ്റ് പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ. സോ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ പ്രോസസ്സുകൾ നടക്കും. സോ പ്രോസസ്സുകളെ സിസ്റ്റംസ് അപ്രോച്ചിൻ്റെ കോണ്ടെക്സ്റ്റിൽ ട്രാൻസ്ഫർമേഷൻ എന്നും പറയും. ഓക്കെ, പരിണാമം, മാറ്റം, പ്രോസസ്സുകൾ. ഓക്കെ, പ്രോസസ്സ് അല്ലേ ട്രാൻസ്ഫർമേഷൻ നടക്കും. അതിൽ നിന്നാണ് നമുക്ക് ഓരോ ഔട്ട്പുട്ടുകൾ കിട്ടുന്നത്, നമ്മുടെ റിസൾട്ടുകൾ കിട്ടുന്നത്. സോ ആ റിസൾട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ റിസൾട്ട് ശരിയാണോ അല്ലയോ എന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് ഫീഡ്ബാക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതിൻ്റെ കാരണം നമ്മൾ ഫീഡ്ബാക്കൊക്കെ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, സ്റ്റാഫിങ്ങിലാണെന്ന് തോന്നുന്നു നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ടേംസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരുപാട് പഠിക്കാമെന്നല്ല. പക്ഷേ പ്രോസസ്സ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, ആ 2 വേർഡ്സ് ഓർത്തിരിക്കുക. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് വരുമ്പോൾ നടക്കുന്നതാണ് പ്രോസസ്സസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സിസ്റ്റംസ് അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചെറിയ ചെറിയ പാർട്സ് ചേർന്നിട്ടാണ് ഒരു ഹോളായിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. സോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളിപ്പോൾ പഠിച്ചതിൽ നമ്മൾ ഡയറക്റ്റ്ലി കവർ ചെയ്തിട്ടില്ല, എന്നാൽ നമ്മൾ ഇൻഡയറക്റ്റ്ലി കവർ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണിത്. സോ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ പോസ് ദ വീഡിയോ ഹിയർ. ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് വീഡിയോ റെസ്യൂം ചെയ്യാം. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വിഫൈനാലിറ്റി ഇൻ സിസ്റ്റംസ് തിയറി മീൻസ് ദാറ്റ്. എന്താണ് ഇക്വിഫൈനാലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിസൾട്ടുകൾ പല രീതിയിലുള്ള ഇനീഷ്യൽ കണ്ടീഷൻസും പല രീതിയിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചും നമുക്ക് ഒരേ റിസൾട്ട് കിട്ടാം എന്നുള്ള കോൺസെപ്റ്റാണ് ഇക്വിഫൈനാലിറ്റി. ഓക്കെ, ഈക്വലും ഫൈനലും ആ വേർഡിൽ നിന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഈക്വലായിട്ടുള്ള ഫൈനൽ റിസൾട്ട്സ് കിട്ടും നമ്മൾ എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 1+3 4 ആണ്, 2+2 4 ആണ് അല്ലേ? അതിനെയാണ് ഇക്വിഫൈനാലിറ്റി എന്ന് പറയുന്നത്. സോ ഓർത്ത് വെക്കുക. അടുത്തത്, എ കീ കോൺസെപ്റ്റ് ഓഫ് ദ സിസ്റ്റംസ് അപ്രോച്ച് ഇസ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ഇസ് കമ്പോസ്ഡ് ഓഫ് ഇന്റർകണക്റ്റഡ് ആൻഡ് ഇന്റർഡിപെൻഡൻറ്റ് പാർട്സ്. ദിസ് ഇസ് നോൺ ആസ് സിനർജി. ഓക്കെ, സ്പെഷ്യലൈസേഷൻ, ഹൈറാർക്കി, സെൻട്രലൈസേഷൻ, ഈ 3 കോൺസെപ്റ്റ്സ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തതാണ്. സിനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എനർജികൾ സിങ്കായി വരുന്നതിനെയാണ് സിനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതെല്ലാം ഒരുമിച്ച് വന്ന് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ വരുന്നത് അല്ലേ?
സോ ഇൻ്റർ കണക്റ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് പാർട്സ് എന്താണത്? സിനർജിയാണ്. ഒരു ഓർഗനൈസേഷനുള്ളിലെ സിനർജിയാണ് ഒരു കീ കോൺസെപ്റ്റാണ് സിസ്റ്റംസ് അപ്രോച്ചിൽ. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഇസ് കോൾഡ് ദ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്. നമ്മളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്, ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണെന്നുള്ളത്. അത് ഔട്ട്പുട്ട് വന്നതിന് ശേഷമുള്ളതാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. സബ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ. എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത് നമ്മൾ എൻവയോൺമെൻറ്റൽ ചേഞ്ചസിന് നമ്മൾ പ്രൊആക്റ്റീവായിട്ടിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. സോ ഈ 3 ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.